ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ ഓൺ വോയിസ് വീഡിയോ ആയിട്ടൊന്നും വരുന്നില്ല, അതുപോലെ ഫുഡിൻ്റെ വീഡിയോസൊന്നും ചെയ്യുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഫോണ് ചെറിയ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫുഡ് വീഡിയോസും ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഇപ്പോൾ എടുക്കാത്തത് തന്നെ. അപ്പോൾ എത്രയോ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഓൺ വോയിസ് ആയിട്ട് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് മീഷോയിൽ നിന്ന് കുറച്ച് ക്ലേ മേടിച്ചായിരുന്നേ, മറ്റേ തെറാക്കോട്ട ജ്വല്ലറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഞാൻ വാങ്ങുമ്പോൾ ഇത്ര ഹാർഡും അല്ല, അത് നല്ല സോഫ്റ്റായിട്ട് നല്ല ക്ലേ ആണ് കിട്ടുന്നത്. ഇപ്പോൾ എന്തോ എനിക്ക് ഇപ്പോഴും കിട്ടിയ ക്ലേയിൽ അത്ര ഇതായിട്ട് തോന്നില്ല. കുറേ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നുള്ളിപ്പറക്കി അതിന് എടുത്തെടുത്ത് കളയുകയാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും ഞാൻ ഷേപ്പിലിങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത്, ഷേപ്പ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഇടയ്ക്ക് കുത്തിയിട്ട് ചെറിയ ചെറിയ കല്ലുകളൊക്കെ പൊന്തി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് കുറേ കഷ്ടപ്പാടായിരുന്നു കേട്ടോ ഇന്ന് ഈ വർക്ക് ചെയ്യുന്ന. സാധാരണ തെറാക്കോട്ട ജ്വല്ലറി ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര മെൻ്റലായിട്ട് തോന്നാറില്ല. ഇന്ന് കുറച്ച് പാടുപെട്ടായിരുന്നു. എത്ര ചെയ്തിട്ടും അങ്ങോട്ട് ശരിയായിട്ടില്ല. കുറേ നേരം ഇങ്ങനെ നോക്കി എന്നിട്ട് തന്നെ നമ്മളിപ്പം എന്ത് ചെയ്തിട്ട് അതത്ര ഇതായില്ല. ആദ്യം നമ്മൾ പെർഫെക്റ്റായിട്ട് ശരിയായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഫ്ലോപ്പാണ്. എന്നിട്ട് ഞാൻ വിട്ടില്ല കേട്ടോ, ഫിനിഷ് ചെയ്തിട്ട് തന്നെയാണ് പിന്മാറിയത്. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ലോക്കറ്റ് ജുംക്ക റെഡിയാക്കി എടുക്കാമെന്ന്. അതിന് മുന്നേ ഞാൻ കുറേയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയെങ്കിലും, ഇപ്പോഴും ഫോൺ ശരിയായിട്ടില്ല എങ്കിലും നോക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാനിങ്ങനെ സംസാരിക്കുന്നെങ്കിലും അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എനിക്കിത് പുറത്ത് കൊടുക്കാനുള്ളതല്ല, ഇത് എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്നതാണേ. പുറത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് അതുകൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മൊത്തം കുളമാവും. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ. പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനങ്ങളും വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ എനിക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധയോടുകൂടി മാറിയിരുന്ന് എവിടെയെങ്കിലും സമാധാനത്തിൽ ഇരുന്ന് ചെയ്താലേ എനിക്ക് തൃപ്തിയോടുകൂടി നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതും ശ്രദ്ധിക്കണം ഇതും ശ്രദ്ധിക്കണം, പറ്റൂല. അതുകൊണ്ട് എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കും. അങ്ങനെ എനിക്ക് ഒരു മാല, ഒരു ജുംക്ക ചെയ്യണമെന്ന് കരുതി ഞാൻ അത് ചെയ്ത സമയത്ത് എടുത്ത വീഡിയോ ആണിത്. ഞാൻ സാധാരണ മേടിക്കാറ് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ഫെയർ ചെയ്ത് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. കൂടുതൽ ഞാൻ ആ ക്ലേ യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം എനിക്ക് ഇത് അത്ര തൃപ്തികരമായിട്ട് തോന്നാത്തത്. എന്തായാലും വർക്ക് ഫിനിഷായിട്ട് കയ്യിൽ കിട്ടുന്നത് വരെ ഒരു ടെൻഷനാണ്. എന്തായാലും പുറത്ത് കൊടുക്കാനുള്ളതല്ലാത്തതുകൊണ്ട് അത്ര വലിയ ടെൻഷനൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് അതിനൊരു ഉപകാരം വേണ്ടേ, നമ്മൾ ഈ ഒരു ദിവസമെങ്കിലും അത് യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത്ര ശ്രദ്ധപൂർവ്വമാണ് ചെയ്യുന്നത്. മറ്റേ സാധാരണ നമ്മൾ ആ ക്ലേയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതെന്ത് ഷേപ്പിലെടുക്കുന്നു അതേ ഷേപ്പിൽ നമുക്ക് കയ്യിൽ കിട്ടും. പക്ഷേ എന്തോ ഈ ക്ലേ എനിക്ക് അത്ര പറ്റിയില്ല. പക്ഷേ അല്ലാണ്ട് ഞാൻ ഇതുപോലത്തെ ക്ലേ മേടിച്ചിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിക്കുന്നത്. മീഷോയിൽ നിന്ന് ഈ ക്ലേ എനിക്കത്ര തൃപ്തിയായിട്ടില്ല. ഇനിയിപ്പോൾ മീഷോയിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ക്ലേ മേടിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നോക്കി കണ്ടേ മേടിക്കുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ ഇപ്പം എങ്ങനെയുണ്ട്, ലോക്കറ്റ് എന്തായാലും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ജുംക്ക ഉണ്ടാക്കണം. അതിനായിട്ടുള്ള സ്റ്റഡാണ് റെഡിയാക്കുന്നത്. ജുംക്കയ്ക്കുള്ള സ്റ്റഡാണ് ഇപ്പോഴത്തെ ഇത്. നമ്മളെ ലോക്കറ്റ് അങ്ങ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജുംക്കയ്ക്ക് ഉള്ള സ്റ്റഡ് ഷേപ്പ് മോഡലൊക്കെ കൊടുത്തെടുത്തിട്ട് ജുംക്ക ഉണ്ടാക്കണം. സാധാരണ ഞാൻ ഫസ്റ്റ് ജുംക്കയാണ് ഉണ്ടാക്കി വെക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഇനി എന്തായാലും ജുംക്ക പിന്നീട് ചെയ്യാം, കാരണം അതിൽ കുറച്ച് പണിപാടുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് ഇത് ചെയ്ത് മാറ്റി വെച്ചിട്ട് അത് ചെയ്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആദ്യം സ്റ്റഡിലോട്ട് പോയി. ആകെ ഒരു
ടെൻഷൻ അടിച്ചാണ് ചെയ്യുന്നത്. ശരിയാവോ, എന്താവോ, ഏതാവും എന്നുള്ള ഒരു ഇതിൽ ചിന്തിച്ചുള്ള വർക്കാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവരൊരു ലൈക്കൊക്കെ തരാൻ ശ്രമിക്കുക. ഒരു ലൈക്കൊക്കെ തരണതിന് അത്ര പിശുക്കൊന്നും വേണ്ട. പിന്നെ ജുംക്ക ഉണ്ടാക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അത് നമ്മുടെ ലോക്കറ്റിനായിട്ട് പകുതി കട്ട് ചെയ്തെടുത്തു, ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ മാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബീഡ്സും ശരിയാക്കി വെച്ചിട്ടുണ്ട്.